സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോളം കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക. പണ്ട് കാലത്ത് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഉപ്പുമാവ് കിട്ടിയിരുന്നു ചോളപ്പൊടിയും കൊണ്ടുള്ള. അപ്പോൾ കുറച്ച് ചോളം എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അത് ഞാൻ അടർത്തിയെടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതുകൊണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോണത്. ഇങ്ങനെ തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. തീരെ നൈസായിട്ടില്ല, ഒരുമാതിരി തരിതരിയുണ്ട്. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ ഇപ്പം പാനിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് തീ കത്തിക്കട്ടെ. ശരിക്കും ഇതൊന്ന് മൂത്ത് കിട്ടണ്ട. കരിയും ചെയ്യരുത്, ഓവർ മൂപ്പാകരുത്. ഒരു പുട്ടിന് പാകത്തിനൊരു മൂപ്പുണ്ടല്ലോ, ആ പാകത്തിന് ആക്കിയെടുക്കണം ഇത്. അപ്പോൾ ഇതിന് മൂപ്പിച്ചെടുക്കാം. കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ. കൂടുതൽ തീയിലിട്ട് വറുത്താൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാൻ ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒന്ന് തണുത്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഇത് തണുക്കുമ്പോഴത്തേക്ക് ഉപ്പുമാവിനുള്ള ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കുക. ഞാൻ ഉപ്പുമാവിന് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ ചെയ്യുന്ന പോലെ ഇതെല്ലാം ഞാൻ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ഉള്ളി, കാന്താരി, ഇഞ്ചി ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കണം. പിന്നെ കടുക് പൊട്ടിക്കണം, കറിവേപ്പില ഇടണം. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പൊടി ഇടുന്ന സമയത്ത് ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം പൊടി നനച്ചപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ലോണം ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പക്ഷേ എനിക്ക് ഈ ഒറ്റ കയ്യിൽ ഒഴിക്കാനും ഇളക്കാനും കാണിക്കാനും കൂടെ പറ്റില്ല. അതുകൊണ്ട് ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ കുറേശ്ശെയായിട്ടാണ് ഒഴിച്ചിട്ട് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഈ ഗ്ലാസ്സിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ല വേവുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോളത്തിൻ്റെ ഉപ്പുമാവ് റെഡി. അപ്പം പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വലിഞ്ഞ് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ലോണം ഉടച്ചിട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ വെച്ച് കഴിക്കുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.